നാട്ടിൽ നിന്ന് പോന്നേ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പപ്പായ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കാര്യം ഇവിടെ പല കടകളിലും പപ്പായ ഉണ്ട്, പക്ഷേ വലിയ വിലയൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ നമുക്കിത് ന്യൂ സൗത്ത് വെയിൽസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമുക്ക് മാമോദീസയുടെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 10 വർഷത്തോളം ആയി, 10 വർഷത്തിന് മേലെയായി പപ്പായയുടെ ഒരു കറിയോ തോരനോ കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷമായിട്ടൊന്ന് പപ്പായ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലായിരുന്ന സമയത്തൊന്നും ഞാൻ കപ്പളങ്ങ തോരൻ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കപ്പളങ്ങ തോരൻ ഉണ്ടാക്കുന്നത്. സാധാരണ വീട്ടിലൊക്കെ കപ്പളങ്ങ കൊത്തി എരിഞ്ഞിട്ടാണ് തോരൻ വെക്കൽ. അപ്പം ഞാൻ അങ്ങനെ വെക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇച്ചേനാണ് എനിക്ക് അരിഞ്ഞു തന്നത്. അപ്പം ഇച്ചേൻ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. പിന്നെ കപ്പളങ്ങ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തു. അത് മാത്രമേ എക്സ്ട്രാ ആയിട്ട് ചേർത്തുള്ളൂ. ബാക്കി ഉപ്പും മുളകും കറിവേപ്പിലയും പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും